എല്ലാവർക്കും സുഖല്ലേ? എന്താ വർത്താനം? തോന്നും മഴക്കുട്ടി എന്തിനാ ഇന്ന് തട്ടിട്ട് വന്നിരുന്നു? ഞാനേ ഒരു കഥ പറയാൻ വന്നതാ. ആരെ കഥ അറിയോ? എന്നെ പോലെ ഒരു കുട്ടീൻ്റെ, പാത്തുക്കുട്ടി എന്നാ ഓളെ പേര്. ഞാൻ കഥ പറയട്ടെ. കഥയുടെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. കഥയുടെ പേരെന്താണെന്നറിയോ? പാത്തുക്കുട്ടിയും പൂച്ചക്കുട്ടിയും. അപ്പോൾ കഥയിലേക്ക് കടക്കാം. കല്ലാഴി പുഴയുടെ വടക്ക് ഭാഗത്തായിരുന്നു നമ്മുടെ പാത്തുക്കുട്ടിയുടെ വീട്. പാത്തുക്കുട്ടിയുടെ ബാപ്പാക്ക് ഒരു ചായക്കടയിലായിരുന്നു ജോലി. എന്നും പണി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പാത്തുക്കുട്ടിയുടെ ബാപ്പ പാത്തുക്കുട്ടിക്ക് പരിപ്പ് വട കൊണ്ടു കൊടുക്കും. പാത്തുക്കുട്ടിക്ക് സുന്ദരിയായ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. പാത്തുക്കുട്ടിയും പൂച്ചക്കുട്ടിയും വലിയ ചങ്ങായിമാരായിരുന്നു. അവരൊരുമിച്ച് കളിക്കും, അവരൊരുമിച്ച് ഉറങ്ങും. പാത്തുക്കുട്ടി സ്കൂളിൽ പോയി വരുന്നതുവരെ പൂച്ചക്കുട്ടി നോക്കി കാത്തിരിക്കും. പാപ്പ കൊണ്ടുവരുന്ന പരിപ്പ് വട പാത്തുക്കുട്ടി പൂച്ചക്കുട്ടിക്കും കൊടുക്കും. ഇരിക്കാണ് മഴക്കാലം വന്നത്. പടപടാ ഇടി വെട്ടി, വെള്ളിനൂല് പോലെ മിന്നൽ വന്നു. മഴ നിർത്താതെ പെയ്തു. എല്ലാ വീടുകളിലും വെള്ളം കയറി. പെരുമഴയിൽ നമ്മുടെ പാത്തുക്കുട്ടിയുടെ വീട്ടിലും കയറി വെള്ളം. എല്ലാം കെട്ടിപ്പെറുക്കി അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നമ്മുടെ പൂച്ചക്കുട്ടിയും പോവാൻ റെഡിയായി നിന്നു. എന്നാൽ കോണിയിലുള്ള മറ്റു ആളുകൾ നമ്മുടെ പൂച്ചക്കുട്ടിയെ കയറ്റാൻ സമ്മതിച്ചില്ല. പാത്തുക്കുട്ടി കുറേ കരഞ്ഞു, പക്ഷെ ആരും കേട്ടില്ല. പൂച്ചക്കുട്ടിയെ അവിടെ ഇട്ട് തോണി മുന്നോട്ട് നീങ്ങി. ദൂരേക്ക് പോകുന്ന തോണിയെ നോക്കി പൂച്ചക്കുട്ടി കരഞ്ഞു നിന്നു. വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ പാത്തുവിന് കടുത്ത പനി. എന്ത് മരുന്ന് കൊടുത്തിട്ടോ എന്ത് ചെയ്തിട്ടോ പനി മാറുന്നില്ല. പനി കൂടി വന്നു. പാത്തുക്കുട്ടിയുടെ ബാപ്പാക്കും ഉമ്മാക്കും പേടിയായി. പാത്തുക്കുട്ടി പിച്ചും പേയും പറയാൻ തുടങ്ങി. രാത്രി ഉറക്കത്തിൽ പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടി എന്ന് വിളിച്ച് കരഞ്ഞു. പാത്തുവിന്റെ ബാപ്പാക്ക് കാര്യം മനസ്സിലായി. കുട്ടിയെ കാണാത്തത് കൊണ്ടാണ് പാത്തുവിന് പനി വന്നത് എന്ന് അവർക്ക് മനസ്സിലായി. മഴ കുറഞ്ഞപ്പോൾ പാത്തുക്കുട്ടിയുടെ ബാപ്പ അവരുടെ വീട്ടിലേക്ക് പോയി. വീടെല്ലാം വെള്ളം കയറി നശിച്ചു പോയിരുന്നു. ബാപ്പ അവിടെ എല്ലാം നോക്കി, എവിടെയും പൂച്ചക്കുട്ടിയെ കണ്ടില്ല. പാപ്പാക്ക് ഭയങ്കര സങ്കടമായി. ഇനി പാത്തുക്കുട്ടിയോട് എന്തു പറയും? പനി കൂടി പാത്തുക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ബാപ്പാക്ക് പേടിയായി. തിരിച്ചു പോരാൻ ഒരുങ്ങി. പെട്ടെന്നാണ് ഒരു കരച്ചിൽ കേട്ടത്. മ്യാവൂ! ബാപ്പ തിരിഞ്ഞു നോക്കി. അതാ പാത്തുവിന്റെ പൂച്ചക്കുട്ടി. പൂച്ചക്കുട്ടി ഓടി വന്ന് ബാപ്പയെ വട്ടം ചുറ്റി. ബാപ്പ പൂച്ചക്കുട്ടിയെ വാരിയെടുത്തു. ബാപ്പ പൂച്ചക്കുട്ടിയുമായി പാത്തുവിന്റെ അടുത്തെത്തി. പാത്തുക്കുട്ടിയെ ബാപ്പ വിളിച്ചു. പാത്തുക്കുട്ടി കണ്ണു തുറന്നില്ല. മ്യാവൂ! പാത്തുക്കുട്ടിയെ കണ്ട സന്തോഷത്തിൽ പൂച്ച കരഞ്ഞു. പാത്തുക്കുട്ടി മെല്ലെ കണ്ണു തുറന്നു. അതാ മുന്നിൽ തന്റെ പൊന്നാര പൂച്ചക്കുട്ടി. പാത്തുക്കുട്ടി ചാടി എണീറ്റു. പൂച്ചക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് തുരുതുരാ ഉമ്മ കൊടുത്തു. പാത്തുക്കുട്ടിയുടെ ബാപ്പാക്കും ഉമ്മാക്കും സന്തോഷായി. പനിയെല്ലാം മാറി അവർ മുറ്റത്ത് തുള്ളിച്ചടി കളിച്ചു. അങ്ങനെ വീണ്ടും അവർ സന്തോഷത്തോടെ കഴിഞ്ഞു. ആർക്കും പാത്തുക്കുട്ടീൻ്റെ പൂച്ചക്കുട്ടീൻ്റെ കഥ ഇഷ്ടായോ? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി കഥയുമായി ഞാൻ വരാം ട്ടോ. അതുവരെ ടാറ്റാ, ബൈ ബൈ.